കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണയ്ക്കെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു കൊല്ലത്ത്. കൊല്ലം DCCക്ക് മുമ്പിലാണ് ഈ പോസ്റ്റർ കണ്ടത്. ബിന്ദു കൃഷ്ണ BJP ഏജന്റോ എന്ന് പോസ്റ്ററിൽ ചോദ്യം. ഫസ്റ്റ് ഓൺ 24. അരുൺ രാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ഇതാണ് ആ പോസ്റ്റർ, ഈ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകൾ ഇതാണ്. അരുൺ രാജ് പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയിലാണ് ഈ പോസ്റ്റർ ഇത്തരത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. കൊല്ലം DCCയുടെ ചുവരുകളിലാണ് ഈ പോസ്റ്റർ ഉള്ളത്. ഈ പോസ്റ്റർ അല്പസമയം മുമ്പ് നമ്മൾ ഈ വാർത്ത നൽകി, ആ വാർത്ത ടിക്കറിൽ വന്നതിന് തൊട്ട് പിന്നാലെ ഈ കോൺഗ്രസിന്റെ പ്രവർത്തകർ എത്തി ഈ പോസ്റ്റർ ഇപ്പോൾ വലിച്ചു കീറിയിട്ടുണ്ട്. കൊല്ലൂർ വിളയിലെ ആവശ്യം നിലവിലെ കൗൺസിൽ ഹംസത്ത് ബീബിയാണ്, അല്ലാതെ കാശ് വാങ്ങിയുള്ള സീറ്റല്ല കൊടുക്കേണ്ടത്. ബിന്ദു കൃഷ്ണ കേരളത്തിലെ BJPയുടെ ഏജന്റ് ആണെന്ന കടുത്ത വിമർശനം കൂടി ഈ പോസ്റ്ററിൽ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ നരേന്ദ്രമോദിയുടെയും BJP ചിഹ്നം ആയ താമരയും അടക്കം വെച്ചുകൊണ്ടാണ് ബിന്ദു കൃഷ്ണയുടെ പോസ്റ്റർ എതിരെയുള്ള പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. മറ്റൊരു കാര്യം, പല സീറ്റുകളിലും കാശ് വാങ്ങിയാണ് ബിന്ദു കൃഷ്ണ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കം നടത്തിയിരിക്കുന്നതെന്ന വലിയ വിമർശനം കൂടി ഈ പോസ്റ്ററിന്റെ ഭാഗമായി ഉണ്ട്. പലയിടത്തും സാമുദായിക നേതാക്കളെ പ്രീണിപ്പെടുത്താനാണ് ഇത്തരം പോസ്റ്റർ ഇത്തരം രീതിയിൽ സീറ്റ് നൽകിയതെന്നാണ് ഈ പോസ്റ്ററിൽ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്, ഈ കൊല്ലത്ത് മത്സരിക്കാൻ വേണ്ടി സമുദായ നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ബിന്ദു കൃഷ്ണ സീറ്റ് വിറ്റതെന്ന ആരോപണം കൂടി പോസ്റ്ററിന്റെ ഭാഗമായിട്ടുണ്ട്. എന്തായാലും കടുത്ത വിമർശനമാണ് ഈ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമിതി അംഗമായ ബിന്ദു കൃഷ്ണയ്ക്കെതിരായി പരസ്യമായ പോസ്റ്റർ പതിക്കുന്ന സംഭവം അത് കൊല്ലം DCCക്ക് മുമ്പിൽ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. എന്തായാലും സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും. ഇക്കാര്യത്തിൽ ആരാണ് ഇത് ചെയ്തതെന്ന ഒരു അന്വേഷണം നടത്തുമെന്ന് DCC വ്യക്തമാക്കുന്നുണ്ട്. ഈ വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെയാണ് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനെത്തി ഈ പോസ്റ്റർ മുഴുവനായും ഇവിടെ നിന്ന് കീറിയെടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്നാണ് കൊല്ലത്ത് ഈ കോർപ്പറേഷൻ സീറ്റിലേക്കുള്ള ബാക്കി അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക അടക്കം UDF പ്രഖ്യാപിക്കാനിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല സീറ്റുകളിലും കാശ് വാങ്ങിയാണ് ഈ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചതെന്ന കടുത്ത വിമർശനം ഈ പോസ്റ്ററിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ഏതായാലും ഈ കൊല്ലത്തെ സീറ്റിൽ അത് വലിയ രീതിയിൽ UDFനുള്ളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ പരസ്യ പ്രതിഷേധം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.